ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മൈലോഡ് എന്ന തമിഴ് മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സുജാത എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. സുജാതയുടെ 2 കിഡ്നിക്കും ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തെങ്കിൽ മാത്രമേ അവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കൂ. സുജാതയുടെ റയർ HH ബ്ലഡ് ഗ്രൂപ്പിന് മാച്ച് ആയിട്ടുള്ള കിഡ്നി കിട്ടാൻ വളരെ പ്രയാസമായിരുന്നു. എന്നാൽ അവർക്ക് മാച്ച് ആകുന്ന കിഡ്നിയുള്ള 2 പേരെ അവരുടെ കൂടെയുള്ള ആൾക്കാർ കണ്ടെത്തുന്നു. ഒരു സ്ത്രീയാകട്ടെ ബീഹാറിലായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റൊരാള് നമ്മുടെ നായകനായ മുത്തുവായിരുന്നു. അയാൾ ഇപ്പോൾ തമിഴ്നാട്ടിലാണുള്ളത്. ഇവരിൽ ആരുടെയെങ്കിലും ഒരു കിഡ്നി കിട്ടുകയാണെങ്കിൽ സുജാതയുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും. നോർമൽ ആയിട്ടുള്ള ട്രാൻസ്പ്ലാന്റേഷൻ ലിസ്റ്റ് വഴി പോവുകയാണെങ്കിൽ സുജാതയ്ക്ക് കിഡ്നി കിട്ടാൻ ഇനി ഒരുപാട് താമസം ഉണ്ടാകും. അത് കാരണം മറ്റാരും അറിയാതെ ഈ ആൾക്കാരെ നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് അവർക്ക് കാശ് കൊടുത്ത് കിഡ്നി വാങ്ങാനായിരുന്നു സുജാത തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയം തന്നെ നമ്മുടെ നായകൻ മുത്തുവിനെയും കാണിക്കുന്നു. മുത്തു സ്റ്റേഷന്റെ പുറത്ത് തന്റെ ഒറ്റയാൾ സമരം നടത്തുകയായിരുന്നു. അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. മുത്തുവിനെയും അയാളുടെ വൈഫ് സുശീലയും ജീവിച്ചിരിക്കെ തന്നെ മരിച്ചുവെന്നാണ് അവിടെയുള്ള സർക്കാർ രേഖകളിൽ ആരോ എഴുതി ചേർത്തിരിക്കുന്നത്. ഇവർ മരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് കാരണം ഇവർക്കിപ്പോൾ ഒരു റേഷൻ കാർഡ് പോലും കിട്ടുന്നില്ല. അതിനെതിരെയായിരുന്നു മുത്തുവിന്റെ പോരാട്ടം. ഇതിന് മുത്തുവിനെ സഹായിക്കുന്നത് കതിർവേൽ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് കൂടിയാണ്. എങ്ങനെയൊക്കെ പ്രതിഷേധം നടത്തിയതിന്റെ പേരിൽ മുത്തുവിനെ പോലീസുകാർ അടിക്കുന്നുണ്ട്. എന്നാൽ ആ സമയം തന്നെയാണ് സുജാതയുടെ ആൾക്കാർ മുത്തുവിനെ തേടി വരുന്നത്. ബീഹാറിലുള്ള സ്ത്രീയെ കണ്ടെത്തി അവരുടെ കിഡ്നി എടുക്കുന്നതിനേക്കാൾ നല്ലത് മുത്തുവിന്റെ ഒരു കിഡ്നി എങ്ങനെയെങ്കിലും അയാളെ കൺവിൻസ് ചെയ്ത് സുജാതയ്ക്ക് വേണ്ടി എടുക്കുന്നതായിരുന്നു ഇവർക്ക് കുറച്ചുകൂടി എളുപ്പം. സുജാതയുടെ ആൾക്കാർ വന്ന് മുത്തുവിനോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ മേഡത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊരു സഹായം ചെയ്യണമെന്നും അവരുടെ ജീവൻ രക്ഷിക്കാൻ നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നും. എന്നാൽ മുത്തു പറയുന്നത് തന്റെ കിഡ്നി മാത്രമല്ല തന്റെ ശരീരം മുഴുവൻ എടുത്തുകൊള്ളാനാണ്. താൻ എന്തായാലും ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന്, തനിക്ക് നീതി ഇവിടെ ലഭിക്കുന്നില്ല എന്നും. എന്നാൽ കിഡ്നി മാത്രം മതി, നിങ്ങൾ പറയുന്ന എന്തും ഞങ്ങൾ തരാമെന്ന് സുജാതയുടെ ആൾക്കാർ പറഞ്ഞതോടുകൂടി മുത്തു ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എനിക്കൊരു റേഷൻ കാർഡ് ഒപ്പിച്ചേരാൻ പറ്റുമോ എന്ന്. ഇത്രയും നിസ്സാരമായ കാര്യത്തിനാണോ നിങ്ങൾ ഈ പ്രതിഷേധമൊക്കെ നടത്തുന്നത്? അത് ഞങ്ങൾ റെഡിയാക്കി തരാമെന്ന് അവര് പറയുന്നു. എന്നാൽ മുത്തു പറയുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾ വെറും പറ്റിക്കാൻ വേണ്ടി പറയുന്നതാ. കാര്യം കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ റേഷൻ കാർഡും തരില്ല, ഒന്നും തരില്ല എന്ന്. അതും പറഞ്ഞിട്ട് മുത്തു ദേഷ്യത്തില് അവിടെ നിന്നും പോകുന്നു. മുത്തുവിനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട് സുജാതയുടെ ആൾക്കാര് സഹായം തേടുന്നത് ജേർണലിസ്റ്റ് കതിർവേലിന്റെ അടുത്താണ്. കതിർവേലൻ പറഞ്ഞു കഴിഞ്ഞാൽ മുത്തു കേൾക്കുമെന്ന് അവർക്ക് കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു. സുജാതയെ പറ്റി കൂടുതൽ കതിർവേലൻ ചോദിക്കുന്നു. വലിയൊരു ബനിയൻ കമ്പനിയുടെ ഓണർ ആണെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഒരുപാട് സ്വത്തും സമ്പത്തും ഒക്കെ ഉണ്ട്. എത്ര രൂപ കൊടുക്കാനും അവർ തയ്യാറാണ്. മുത്തുവിന് റേഷൻ കാർഡാണ് ശരിയാക്കേണ്ടതെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്, അതുപയോഗിച്ച് റേഷൻ കാർഡ് അയാൾക്ക് ശരിയാക്കി കൊടുക്കാം. എന്നാൽ നിങ്ങൾ പറയുന്ന പോലെ അതൊന്നും അത്ര ഈസി അല്ല എന്ന് കതിർവേലൻ പറയുന്നു. കാരണം ഓൾറെഡി രേഖകളിലെല്ലാം മുത്തുവും അയാളുടെ വൈഫ് സുശീലയും മരിച്ചതായിട്ടാണ് കിടക്കുന്നത്. അതെന്താ അങ്ങനെ സംഭവിച്ചെന്ന് ഇവർ ചോദിക്കുമ്പോഴാണ് മുത്തുവിന്റെ സുശീലയുടെയും കഥ കതിർവേലൻ പറയുന്നത്. മുത്തു ഒരു അനാഥനായിരുന്നു. അനാഥനായ മുത്തുവിനെ സുശീലയുടെ അച്ഛനാണ് സംരക്ഷിക്കുകയും അവരുടെ കൂടെ വളർത്തുകയും ചെയ്തത്. സുശീലയുടെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അവളെ നന്നായിട്ട് നോക്കണമെന്ന് പറഞ്ഞിട്ട് മുത്തുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടായിരുന്നു പോയത്. സുശീലയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മുത്തു ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അവൾക്ക് സുരക്ഷിതമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള പെൺകുട്ടികളെ സംരക്ഷിക്കുന്ന സ്ഥലത്താണ് മുത്തു അവളെ ആക്കിയത്. എന്നാലും അവളുടെ കാര്യങ്ങളെല്ലാം തന്നെ മുത്തു വന്ന് നോക്കാറുണ്ടായിരുന്നു. അടുത്തുള്ളൊരു തീപ്പെട്ടി കമ്പനിയിലായിരുന്നു ഇവരെല്ലാവരും ജോലി ചെയ്യുന്നത്. ഓർഫനേജിലെ പെൺകുട്ടികൾക്ക് വിവാഹപ്രായം എത്തിക്കഴിയുമ്പോൾ അവിടെയുള്ള സ്ത്രീയാകട്ടെ നല്ല ആലോചന കൊണ്ടുവരികയും അവരെയെല്ലാം വിവാഹം കഴിച്ച് അയപ്പിക്കുകയും ചെയ്യും. അവരൊക്കെ സ്വന്തം റേഷൻ കാർഡ് എടുത്ത് ഒരു കുടുംബമായിട്ട് താമസിക്കും. അങ്ങനെ സുശീലയ്ക്ക് വേണ്ടിയിട്ടും അവർ കുറെ ആലോചനകൾ കൊണ്ടുവന്നു. മുത്തു കൊണ്ടുവന്ന ആലോചനകളും ഓർഫനേജിലെ സ്ത്രീ കൊണ്ടുവന്ന ആലോചനകളും എല്ലാം തന്നെ പല രീതിയിലും സുശീല മുടക്കിക്കൊണ്ടിരുന്നു. ഈ പ്രാവശ്യവും അവളെ കാണാൻ ഒരു ചെക്കൻ വന്നിട്ടുണ്ടായിരുന്നു. സംസാരിക്കാൻ വേണ്ടി അവൾ അവിടേക്ക് പോയ ശേഷം ആ ചെക്കൻ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപ് തന്നെ അവൾ വയറുവേദനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് താഴേക്ക് വീഴുന്നു. അവൾക്ക് ആ മാസം പീരീഡ്സ് ആയതായിരുന്നു. എന്നാൽ സാധാരണ പെൺകുട്ടികളെക്കാൾ കൂടുതൽ അവൾക്ക് ആ സമയങ്ങളിൽ വേദന കൂടുതലായിരുന്നു, ബ്ലീഡിങ്ങും കൂടുതലായിരുന്നു. ഓരോ കല്യാണങ്ങളും ഇവളിങ്ങനെ മുടക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അധികകാലം ഇവൾക്ക് ഓർഫനേജിൽ ഇനി നിൽക്കാൻ പറ്റില്ല എന്ന് ആ സ്ത്രീ പറയുന്നുണ്ട്. മുത്തുവും ആകെ ടെൻഷനിലായി. അതിന്റെ കൂടെ ചില ദിവസം രാത്രിയിൽ ഇവളുടെ ശരീരത്തിൽ ഇവളുടെ മരിച്ചുപോയ അച്ഛൻ വരികയും പലതും സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇതെല്ലാം അവൾ ആൾക്കാരെ പറ്റിക്കാൻ ചെയ്യുന്നതായിരുന്നു. ഈ പ്രാവശ്യം അവളാകട്ടെ മനഃപൂർവ്വം തന്റെ അച്ഛൻ സംസാരിക്കുന്ന പോലെ എന്റെ ശരീരത്തിൽ സ്വാമി കയറി എന്ന് പറഞ്ഞിട്ട് എല്ലാവരോടുമായിട്ട് സംസാരിക്കുന്നു. തന്റെ മകളുടെ ഉത്തരവാദിത്തം മുത്തുവിനെയാണ് ഏൽപ്പിച്ചതെന്നും മറ്റൊരു പുരുഷനെ കണ്ടെത്തി അവളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നീ തന്നെ അവളെ വിവാഹം കഴിക്കുന്നതാണെന്നും നിനക്ക് മാത്രമേ അവളെ നന്നായിട്ട് നോക്കാൻ പറ്റൂവെന്നും അവളുടെ ശരീരത്തിലിരുന്നു കൊണ്ട് അവളുടെ അച്ഛൻ പറയുന്ന പോലെ അവൾ അഭിനയിച്ച് പറയുന്നു. കാരണം അവൾക്ക് മുത്തുവിനെ ഇഷ്ടമായിരുന്നു. മുത്തുവിനെ അല്ലാതെ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ മുത്തു ഇവളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിന്റെ ശരീരത്തിൽ അച്ഛന്റെ ആത്മാവ് വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് കരുതിയിട്ട് നീ അതൊന്നും മനസ്സിൽ വെച്ചേക്കേണ്ട കാര്യമില്ല. നിനക്ക് നല്ലൊരു പയ്യനെ ഞാൻ കണ്ടുപിടിച്ച് വിവാഹം കഴിപ്പിച്ചു തരും. അതിനുശേഷം വേണം എനിക്കൊരു കുടുംബം ഉണ്ടാക്കി ജീവിക്കാൻ. എന്നാൽ ഈ പ്രാവശ്യം അവൾ തന്റെ മനസ്സിലെ ഇഷ്ടം മുത്തുവിനോട് തുറന്നു പറയുന്നു. എന്റെ മനസ്സിലുള്ള ആഗ്രഹം തന്നെയാണ് എന്റെ അച്ഛൻ ആത്മാവായിട്ട് വന്ന് പറഞ്ഞതെന്നും അവൾ പറയുന്നു. എനിക്ക് മുത്തുവിനെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കാൻ പറ്റില്ല. എന്റെ അച്ഛന് ശേഷം എന്നെ സംരക്ഷിച്ച ഒരേ ഒരു വ്യക്തി നിങ്ങളാണ്. നിങ്ങളുടെ കൂടെ മാത്രമേ ഞാൻ സുരക്ഷിതയായിട്ടിരിക്കൂ. ഇതോടെ മുത്തുവിന് മനസ്സിലായി അവൾ തലേന്ന് രാത്രി കാണിച്ചതെല്ലാം അഭിനയമാണെന്ന്. അങ്ങനെ എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടി അവർ രണ്ടുപേരും വിവാഹം കഴിക്കുന്നു. ഒരു കുടുംബമായ സ്ഥിതിക്ക് ഇനി അവർക്കൊരു റേഷൻ കാർഡിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി അവർ പല ഓഫീസ്
ഓഫീസുകളും കയറിയിറങ്ങി. പറഞ്ഞ ഫോമുകളെല്ലാം തന്നെ ഫില്ല് ചെയ്ത് കൊടുത്തു. റേഷൻ കാർഡ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതിന്റെ ഇടയിലെല്ലാം തന്നെ അവരുടെ ജീവിതം വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം അവർ ആഗ്രഹിച്ച പോലെ അവരുടെ റേഷൻ കാർഡ് അവർക്ക് കിട്ടി. കിട്ടിയ റേഷൻ കാർഡ് ഓർഫനേജിലെ സ്ത്രീയെ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോവുകയായിരുന്നു സുശീല. താൻ കുറച്ചു കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരാമെന്ന് മുത്തുവും പറയുന്നു. എന്നാൽ പോകുന്ന വഴിയിൽ സുശീലയ്ക്ക് വല്ലാതെ വയറുവേദനിക്കുകയും അവൾക്ക് പീരീഡ്സ് ആവുകയും അവൾ ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നു. കുറെ നേരമായിട്ടും അവൾക്ക് ബോധം വന്നിട്ടുണ്ടായിരുന്നില്ല. അവളെ തിരക്കി വന്ന മുത്തു ഓർഫനേജിലെത്തുമ്പോൾ അവര് പറയുന്നുണ്ട് അവൾ ഇവിടേക്ക് വന്നിട്ടില്ല എന്ന്. ഫോൺ വിളിച്ചിട്ടും അവൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. വന്ന വഴിയെ പോയി അന്വേഷിക്കുമ്പോഴാണ് അവൾ അവിടെ ബോധം കെട്ട് കിടക്കുന്നത് കണ്ടത്. അവളെ ആ അവസ്ഥയിൽ കണ്ടതും മുത്തു പേടിച്ച് പെട്ടെന്ന് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടറെ കാണണമെങ്കിൽ ചീട്ടെടുക്കണം. അതിന് വലിയ ക്യൂ ഉണ്ടായിരുന്നു. അസുഖബാധിതരായ ആൾക്കാർ പോലും ആ ക്യൂവിൽ നിന്നിട്ടായിരുന്നു ചീട്ടെടുത്തുകൊണ്ടിരുന്നത്. ഗവൺമെന്റ് ഹോസ്പിറ്റലിലായിരുന്നു മുത്ത് കാണിച്ചിരുന്നത്. ഡോക്ടർ നോക്കിയിട്ട് പറയുന്നുണ്ട് സുശീലയ്ക്ക് ഹീമോഗ്ലോബിന്റെ അളവ് കുറവാണ്, 3 യൂണിറ്റ് ബ്ലഡ് ഇമ്മീഡിയറ്റ് ആയിട്ട് അവൾക്ക് കൊടുത്തെങ്കിലേ പറ്റുമെന്ന്. അവിടുത്തെ ബ്ലഡ് ബാങ്കിൽ ചെന്നപ്പോൾ അവിടെയും നീണ്ട ക്യൂ ആയിരുന്നു. ക്യൂ എല്ലാം കഴിഞ്ഞ് അകത്തേക്ക് കയറിയതും AB നെഗറ്റീവ് ബ്ലഡ് ഇവിടെ തീർന്നു എന്ന് പറയുന്നു. ആക്സിഡന്റ് കേസ് വന്നത് കാരണം ആ ബ്ലഡ് എല്ലാം അതിനുപയോഗിച്ചു. പലയിടത്തും ബ്ലഡ് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. അതിനിടയ്ക്ക് ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ എന്തായാലും ബ്ലഡ് ഉണ്ടാവും. ബ്ലഡ് കയറ്റില്ലെങ്കിൽ നിങ്ങളുടെ വൈഫിന്റെ ജീവൻ പോലും നഷ്ടപ്പെടും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതാണെന്ന്. അങ്ങനെ സുശീലയ്ക്ക് വേണ്ടിയിട്ട് അവളെ അവിടെ നിന്നും നേരെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ബ്ലഡ് കിട്ടി. പക്ഷേ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ 1000 സംതിങ് രൂപയാവുന്നിടത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ 1 യൂണിറ്റ് ബ്ലഡിന് 15,000 രൂപയായിരുന്നു മുത്തുവിന് കൊടുക്കേണ്ടതായിട്ട് വന്നത്. മുത്തുവിന്റെ കയ്യിൽ അത്രയും ക്യാഷ് ഇല്ലാത്ത കാരണം പലിശയ്ക്ക് കൊടുക്കുന്ന ആളുടെ അടുത്ത് നിന്നുമാണ് മുത്ത് കാശ് വാങ്ങിയത്. തൽക്കാലത്തേക്ക് ബ്ലഡ് കയറ്റിയെങ്കിലും ഓരോ മാസവും പീരീഡ്സ് ആകുമ്പോൾ അവൾക്ക് വയറുവേദന സഹിക്കാൻ പറ്റാത്തത്ര കൂടിയിട്ടുണ്ടായിരുന്നു. പല ഹോസ്പിറ്റലുകളിലും കൊണ്ടുപോയി. പലരും പറഞ്ഞ പ്രകാരം പല ചികിത്സകളും നടത്തി. ഇതിനെല്ലാം മുത്തുവിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് ചെലവായിരുന്നു. ഒടുവിൽ ഒരു ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവിടെയുള്ള ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് പറയുന്നുണ്ട് യൂട്രസില് സുശീലയ്ക്ക് ഒരു ചെറിയ മുഴയുണ്ട്. അതെടുത്തു കളഞ്ഞെങ്കിൽ മാത്രമേ അവളുടെ പ്രശ്നം തീരുവെന്ന്. അതിനുവേണ്ടി ഒരു ചെറിയ സർജറി നടത്തണമെന്ന്. വീണ്ടും ആ പലിശക്കാരന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങി സുശീലയുടെ സർജറി മുത്തു ചെയ്യുന്നു. കടമെല്ലാം കൂടി 2.5 ലക്ഷത്തിന് മുകളിലായി. പലിശക്കാരൻ മുത്തുവിനോട് കാശ് തിരിച്ചു ചോദിക്കാൻ ആരംഭിച്ചു. എന്നാൽ എങ്ങനെയെങ്കിലും താൻ കാശ് തിരിച്ചടിക്കാം, തനിക്ക് സാവകാശം വേണമെന്നാണ് മുത്തു പറയുന്നത്. പക്ഷെ അയാൾ ഇനിയും സാവകാശം കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. മുത്തുവിനെ കൊണ്ട് ഇതൊന്നും തിരിച്ചടിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായ അയാളാകട്ടെ തന്റെ കൂടെയുള്ള ആളോട് പറഞ്ഞിട്ട് മുത്തുവിന്റെ അടുത്തൊരു ഡീല് വെക്കുന്നു. കാശൊന്നും തിരിച്ചു കൊടുക്കണ്ട, പകരം ഒരു കിഡ്നി കൊടുക്കണം. മുത്തുവിന്റെയും വൈഫിന്റെയും കിഡ്നി കൊടുക്കുകയാണെങ്കിൽ കാശൊന്നും തിരിച്ചടയ്ക്കണ്ട. ഇത് കേട്ട് മുത്തു ശരിക്കും പേടിക്കുന്നു. എന്നാൽ കാശ് തിരിച്ചടിക്കാൻ വേറെ വഴിയില്ലാതെ മുത്തു പലിശക്കാരനോട് പറയുന്നുണ്ട് എന്റെ കിഡ്നി വേണമെങ്കിൽ എടുത്തോ, എന്റെ വൈഫിന്റെ കിഡ്നി എടുക്കണ്ട എന്ന്. ഓൾറെഡി അവൾ യൂട്രസിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കിടക്കുകയാണ്. എന്നാൽ ആ പലിശക്കാരൻ സമ്മതിക്കുന്നില്ല. നിങ്ങൾ രണ്ടുപേരുടെയും കിഡ്നി കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് മുതലാകൂ എന്നാണ് അയാൾ പറയുന്നത്. അയാൾ തങ്ങളെ രണ്ടുപേരും ഉപദ്രവിക്കുമെന്ന് മനസ്സിലാക്കി തൽക്കാലം അതിന് സമ്മതിച്ച ശേഷം മുത്തു ആകട്ടെ അന്ന് രാത്രി തന്നെ സുശീലയും കൊണ്ട് ആ നാട് വിടുന്നു. തന്നെ പറ്റിച്ച് നാടുവിട്ട മുത്തുവിനോടും സുശീലയോടും ആ പലിശക്കാരന് ദേഷ്യമായിരുന്നു. കാശും തിരിച്ചു കിട്ടാത്ത കാരണം അയാളാകട്ടെ ഇവരോട് പകരം വീട്ടാൻ ഒരുങ്ങി. അവിടെ നടന്നൊരു തീപ്പെട്ടി കമ്പനി ഫയർ ആക്സിഡന്റിൽ ഇവർ രണ്ടുപേരും മരിച്ചുവെന്ന് കള്ളരേഖ ഉണ്ടാക്കുന്നു അയാൾ. അങ്ങനെ സർക്കാരിൽ നിന്നും മരിച്ചവർക്ക് കിട്ടേണ്ട കാശ് ഈ പലിശക്കാരൻ തട്ടിയെടുക്കുകയും ചെയ്തു. നാട് വിട്ട് മറ്റൊരു നാട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന മുത്തുവും സുശീലയും ഈ വിവരം അറിയുന്നു. രേഖകളിലെല്ലാം തങ്ങൾ മരിച്ചതായിട്ടാണ് ആ പലിശക്കാരൻ ചേർത്തിരിക്കുന്നത്. അത് കാരണം ഇവരുടെ റേഷൻ കാർഡ് നഷ്ടമായി. സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ഒരു ആനുകൂല്യങ്ങളും കിട്ടാതെയായി. മുത്തു നേരെ നാട്ടിലേക്ക് തിരിച്ചെത്തി ആ പലിശക്കാരനെ കാണുന്നു. നിങ്ങളുടെ കാശ് തിരിച്ചു തരാൻ തന്നെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്, കുറേശ്ശെയായിട്ട് ഞാൻ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് മുത്തു ആ കാശ് അയാൾക്ക് കൊടുക്കുന്നു. എന്നിട്ട് രേഖകളിൽ നിന്നും തങ്ങൾ മരിച്ചു എന്നുള്ള വിവരം മാറ്റി തങ്ങൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് കാണിക്കണമെന്ന് പറയുന്നു. എന്നാൽ അതൊന്നും ഇനി നടക്കില്ല എന്നാണ് അയാൾ പറയുന്നത്. സുശീലയുടെ മുന്നിലിട്ട് അയാളാകട്ടെ മുത്തുവിനെ തല്ലുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് മുത്തുവിന്റെയും സുശീലയുടെയും പോരാട്ടമായിരുന്നു. പല സമരങ്ങളും ഇവർ നടത്തി. തങ്ങൾ മരിച്ചിട്ടില്ല എന്നും രേഖകളിൽ തങ്ങൾ മരിച്ചുവെന്ന് കാണിച്ചിരിക്കുന്നതെല്ലാം മാറ്റണമെന്നും. അങ്ങനൊരു സമരത്തിന്റെ ഇടയ്ക്കായിരുന്നു മുത്തുവിനെ കതിർവേലൻ പരിചയപ്പെടുന്നതും. മുത്തു ഓൾറെഡി ഇത്രയും പ്രശ്നത്തിലിരിക്കുന്നത് കാരണം ഇയാളെ കൺവിൻസ് ചെയ്ത് കിഡ്നി എടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കി സുജാതയുടെ മകനോട് ഈ ആൾക്കാരെ വിളിച്ചു പറയുന്നുണ്ട് ബീഹാറിലുള്ള ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് കിഡ്നി വാങ്ങിക്കാമെന്ന്. എന്നാൽ ബീഹാറിൽ അന്വേഷിക്കുമ്പോഴാണ് സുജാതയ്ക്ക് മാച്ചായിരുന്ന കിഡ്നിയുള്ള ആ സ്ത്രീയാകട്ടെ കടം കയറിയിട്ട് തന്റെ 2 കിഡ്നിയും വിട്ടിട്ട് മരണക്കിടക്കയിലാണെന്ന്. അതുകൊണ്ട് ഇനി അവരെ നോക്കണ്ട, മുത്തു തന്നെയാണ് ആകെയുള്ള ഓപ്ഷൻ. അതുകൊണ്ട് സുജാതയുടെ ആൾക്കാര് കതിർവേലനോട് പറയുന്നുണ്ട് മുത്തുവിന്റെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ പരിഹരിക്കാം, പക്ഷെ ഞങ്ങളുടെ മാഡത്തിന്റെ ജീവൻ രക്ഷിക്കാൻ മുത്ത് ഹെൽപ്പ് ചെയ്തെങ്കിലേ പറ്റൂവെന്ന്. ഈ ആൾക്കാർ കുറച്ച് ജെനുവനാണെന്ന് തോന്നിയത് കാരണം കതിർവേലൻ മുത്തുവിന്റെ അടുത്ത് സംസാരിക്കാമെന്ന് സമ്മതിക്കുന്നു. കൂടാതെ ഈ സുജാത ആരാണെന്നും ആർക്കു വേണ്ടിയാണ് മുത്തു കിഡ്നി കൊടുക്കേണ്ടതെന്നും ഒക്കെ കതിർവേലൻ അന്വേഷിക്കുന്നുണ്ട്. എല്ലാം അന്വേഷിച്ചറിഞ്ഞ് ഞെട്ടിത്തെറിച്ച കതിർവേലനാകട്ടെ മുത്തുവിനോട് വന്ന് പറയുന്നുണ്ട് അവർ കിഡ്നി ചോദിച്ചു വന്നത് നിസ്സാരക്കാരനായ ഒരാൾക്ക് വേണ്ടിയല്ല, ഈ രാജ്യത്തിന്റെ സെൻട്രൽ മിനിസ്റ്ററായ സുജാത എന്ന സ്ത്രീക്ക് വേണ്ടിയിട്ടാണ്. ഒരു മിനിസ്റ്ററിന് വേണ്ടിയിട്ടാണ് കിഡ്നി ചോദിച്ചെന്ന് അറിഞ്ഞതോടുകൂടി എല്ലാവരും ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു. സുജാത സെൻട്രൽ മിനിസ്റ്റർ ആയതുകൊണ്ട് തന്നെയാണ് ഇവർ പല കാര്യങ്ങളും മീഡിയ അറിയാതെ ഒളിപ്പിച്ചു വെച്ചിരുന്നതും. സുജാതയ്ക്ക് കിഡ്നിയുടെ ഇഷ്യൂസ് ഉള്ളത് കാരണം തന്നെ അവർക്ക് വളരെ കുറഞ്ഞ രീതിയിലുള്ള വെള്ളം മാത്രമേ ഒരു ദിവസം കുടിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു സ്ട്രിക്ട് ഡയറ്റ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. സുജാതയെ സംബന്ധിച്ച്
ചികിത്സിച്ച് എത്രയും പെട്ടെന്ന് റിക്കവറായി തന്റെ പദവിയിലേക്ക് തിരിച്ചു പോകണമെന്നത് തന്നെയായിരുന്നു. അതിന് ഏതു മാർഗവും സ്വീകരിക്കാൻ അവർ തയ്യാറായിരുന്നു. സുജാതയുടെ കസേര എങ്ങനെയെങ്കിലും തെറിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് വരാൻ എതിർകക്ഷികളായിട്ടുള്ള ആൾക്കാര് തക്കം പാർത്തിരിക്കുകയായിരുന്നു. പാർട്ടിയിലുള്ള ആൾക്കാര് സുജാതയോട് ചോദിക്കുന്നുണ്ട്, മറ്റൊരാളുടെ കിഡ്നി എന്തിനാ നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത്? നിങ്ങളുടെ മകനും മകൾക്കും കിഡ്നി കൊടുക്കാൻ സാധിക്കുമല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് അവരുടെ ഒരാളുടെ കിഡ്നി നിങ്ങൾ എടുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ സുജാത പറയുന്നുണ്ട്, താൻ തന്റെ മക്കളെ ചെറുപ്പം മുതലേ പറഞ്ഞു പഠിപ്പിച്ചത് മറ്റൊരു രീതിയിലായിരുന്നുവെന്ന്. ഉയരങ്ങളിലേക്ക് പോകുന്തോറും കൂടെയുള്ള ആരെങ്കിലും ചില പ്രശ്നത്തിൽ പോയി ചാടുമ്പോൾ അവരെ കൈപിടിച്ച് സഹായിക്കാൻ ചെന്നു കഴിഞ്ഞാൽ അത് നിങ്ങളെയും വലിയ പ്രശ്നത്തിലേക്ക് ആക്കുകയുള്ളൂ. അങ്ങനെയുള്ളവരെ മൈൻഡ് ചെയ്യാതെ മുൻപോട്ട് തന്നെ പോകാൻ പഠിക്കണം. എന്നാൽ മാത്രമേ പല കാര്യങ്ങളിലേക്കും എത്തിപ്പെടാൻ പറ്റൂ. സ്വന്തം അമ്മയുടെ കാര്യത്തിലും അവർ അത് തന്നെയായിരുന്നു കാണിച്ചത്. അമ്മയുടെ കിഡ്നിക്ക് പ്രശ്നം വന്നപ്പോൾ അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ കിഡ്നി കൊടുക്കാൻ അവർ തയ്യാറായില്ല. സുജാതയും അതിനവരെ നിർബന്ധിച്ചതുമില്ല. കാരണം സുജാത പഠിപ്പിച്ചത് തന്നെയാണല്ലോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കതിർവേലനും സുജാതയുടെ ആൾക്കാരും ഒക്കെ സംസാരിച്ച് ഒടുവിൽ മുത്തു കിഡ്നി കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു. പകരമായിട്ട് മുത്തുവിന് നാട്ടിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ അവർ സോൾവ് ചെയ്യുന്നു. മുത്തുവിന്റെയും സുശീലയുടെയും പേര് മരിച്ചവരുടെ കൂട്ടത്തിലായിരുന്നല്ലോ. അതെല്ലാം തന്നെ മാറ്റുകയും അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നതിനുള്ള തെളിവുകൾ റെഡിയാക്കുകയും അവർക്ക് പുതിയ റേഷൻ കാർഡ് ശരിയാക്കി കൊടുക്കുകയും ചെയ്തു. ഇവരെ ദ്രോഹിച്ച ആ പലിശക്കാരനെയും അറസ്റ്റ് ചെയ്തു. അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീർത്തിട്ട് മുത്തുവിനെ സുശീലയും കൊണ്ട് ഇവർ സുജാതയുടെ അടുത്തേക്ക് സർജറിക്ക് വേണ്ടി പോവുകയായിരുന്നു. എന്നാൽ ആ പലിശക്കാരൻ മുത്തുവിനെ അടിച്ചതിന് ശേഷം സുശീല ചിരിക്കാറേ ഉണ്ടായിരുന്നില്ല. അവൾ എപ്പോഴും സങ്കടത്തിലായിരുന്നു. തന്റെ വൈഫിന്റെ മുഖത്ത് ചിരി വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് സുജാതയുടെ ആളിനോട് മുത്തു ചോദിക്കുന്നുണ്ട്. എന്താ നിങ്ങൾക്ക് വേണ്ടെന്ന് ചോദിക്കുമ്പോൾ റിമാൻഡിൽ കിടക്കുന്ന പലിശക്കാരനെ എന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച് എനിക്ക് അടിക്കണം, അങ്ങനാണെങ്കിൽ ചിലപ്പോ അവളുടെ മുഖത്ത് ചിരി തിരിച്ചു വരും. മുത്തുവിന്റെ നിർബന്ധം കാരണം വേറെ നിവൃത്തിയില്ലാതെ അയാൾ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു. എന്നാൽ മുത്തു ആ പലിശക്കാരനെ കുറെ അടിച്ചിട്ടും സുശീല ചിരിക്കുന്നുണ്ടായിരുന്നില്ല. സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ടാണ് പലിശക്കാരൻ മുത്തുവിനെ അടിച്ചത്. അതുപോലെ തിരിച്ച് അയാളുടെ ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ട് അയാളെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സുശീല ചിരിക്കുമെന്ന് മുത്തു പറയുമ്പോൾ അയാൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച് എന്നെ അടിച്ചു കഴിഞ്ഞാൽ അവൾ എനിക്ക് ഒരു വിലയും തരില്ല എന്ന്. ഓൾറെഡി അവളുടെ വിചാരം അവൾക്ക് മാത്രമേ എന്നെ അടിക്കാനുള്ള ധൈര്യമുള്ളൂ എന്നാണ്. അയാൾ അങ്ങനെ പറഞ്ഞതും സുശീല ചിരിക്കുന്നുണ്ട്. അതോടെ മുത്തുവിന് സന്തോഷമായി. അങ്ങനെ മുത്തുവിനെ സുശീലയും കൂട്ടി അയാൾ സുജാത കിടക്കുന്ന മേപ്പിലൈൻ എന്ന് പറയുന്ന ഹോസ്പിറ്റലിലേക്ക് വരുന്നു. അവിടെ മുത്തുവിന്റെ ടെസ്റ്റുകളെല്ലാം നടക്കുന്നു. സുജാത ഇങ്ങനെ കിടക്കുന്നെങ്കിലും സുജാത ഇങ്ങനെ ഒരു കണ്ടീഷനിലാണെങ്കിലും ആ ചിന്തയൊന്നും തന്നെ സുജാതയുടെ മകനോ മകൾക്കോ ഉണ്ടായിരുന്നില്ല. അവര് ബാക്കി കാര്യങ്ങളെല്ലാം മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് പാർട്ടിയും മറ്റുമായിട്ട് നടക്കുകയായിരുന്നു. മുത്തുവിന് കാശും കൊടുത്ത അയാളുടെ ആവശ്യങ്ങൾ നിറവേറ്റി സുജാതയ്ക്ക് ലീഗലായിട്ട് കിഡ്നി മാറ്റിവെക്കാൻ പറ്റില്ല. അതിന് ഒരുപാട് നിയമക്കുരുക്കുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റൊരു സ്ത്രീക്കാണ് സർജറി നടക്കുന്നതെന്നും അയാളുടെ റിലേറ്റീവാണ് അവർക്ക് വൃക്ക കൊടുക്കുന്നതെന്നും കാണിച്ചുകൊണ്ടായിരുന്നു ഇവർ പല ഫേക്ക് സർട്ടിഫിക്കറ്റുകളും റെഡിയാക്കിയിരുന്നത്. പക്ഷേ സുജാതയുടെ മകന് മറ്റൊരു പ്ലാനിംഗ് ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മുത്തുവിനെയും സുശീലയും ഇനി ഇവിടെ നിർത്തണ്ടെന്നും നോർത്തിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി അവരെ കൊന്നുകളയാനുമായിരുന്നു പ്ലാൻ. അല്ലെങ്കിൽ അവർ വഴി ഈ കാര്യങ്ങൾ മറ്റാരെങ്കിലും അറിഞ്ഞാലോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. മുത്തുവിന്റെ ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞു. അയാളുടെ കിഡ്നി എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ അതിനിടയ്ക്കും അയാൾ സങ്കടപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഡോക്ടേഴ്സ് കാര്യം തിരക്കുന്നു. താൻ ഓക്കെ ആണെങ്കിലും തന്റെ വൈഫ് ഓക്കെ അല്ല എന്ന് പറയുന്നു. അവൾക്ക് കുറെ കാലമായിട്ട് പീരീഡ്സ് ആകുമ്പോൾ നല്ല പെയിൻ ഉണ്ടായിരുന്നു. ആ പെയിൻ ഇപ്പോഴും ഉണ്ട്. സുജാതയുടെ ചെക്കപ്പ് ഒക്കെ ഞങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടേഴ്സ് സുജാതയുടെ സ്കാനും മറ്റും എടുക്കുന്നു. എന്നാൽ സ്കാനിംഗിൽ കണ്ട കാര്യം അവരെ എല്ലാവരെയും ഞെട്ടിച്ചു. സുജാതയുടെ ഇടത്തെ സൈഡിലെ കിഡ്നി മിസ്സിംഗ് ആയിരുന്നു. ഇത് കേട്ട് മുത്തു ആകെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. ഈ ഹോസ്പിറ്റലിൽ ആരോ എടുത്തതാണെന്ന് പറഞ്ഞിട്ട്. എന്നാൽ അവരെല്ലാവരും പറയുന്നുണ്ട്, ഇപ്പോഴല്ലേ ഇവളെ സ്കാനിങ്ങിന് കയറ്റിയത്, ഇത് ഇവിടെ വെച്ച് സംഭവിച്ചതല്ല, ഇതിനു മുൻപ് എവിടെയോ വെച്ച് സംഭവിച്ചതാണ്. എന്നാൽ മുത്തു പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങുന്നു. താനിനി ഇവിടെ നിൽക്കില്ലെന്നും തന്റെ വൈഫിനെയും കൂട്ടി ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറയുന്നു. ഒരു വിധത്തിൽ ബാക്കി എല്ലാവരും അയാളെ സമാധാനിപ്പിച്ചിരുത്തിയിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ വൈഫിന്റെ കിഡ്നി എങ്ങനെയാ പോയതെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ച് തരാമെന്ന്. എന്നാൽ അത് അവരുടെ ഒരു പ്ലാൻ ആയിരുന്നു. അന്ന് രാത്രി തന്നെ എങ്ങനെയെങ്കിലും സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് മുത്തുവിനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റാനായിരുന്നു അവരുടെ പ്ലാൻ. പക്ഷേ സുശീലയും മുത്തുവും ആകെ ടെൻഷനിലായിരുന്നു. സുശീല മുത്തുവിനോട് പറയുന്നുണ്ട്, നിനക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന്. അവിടെ നിൽക്കും തോറും അവരുടെ ലൈഫിന് റിസ്ക് ആണെന്ന് അവർക്ക് മനസ്സിലാവാൻ തുടങ്ങി. അതുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഇവരൊരു പ്ലാൻ ഇടുന്നു. ഷീലയുടെ ശരീരത്തിൽ അവളുടെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വരുമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഇവളുടെ അച്ഛൻ വരുമ്പോൾ ഇവളുടെ കിഡ്നി എവിടെ പോയെന്ന് ചോദിക്കാമെന്നും ആ ആത്മാവ് എന്തായാലും ഇവളുടെ കിഡ്നി എവിടെ പോയെന്ന് പറയുമെന്നും സുജാതയുടെ ആൾക്കാരോട് മുത്തു പറയുന്നു. അങ്ങനെ വരുന്ന സമയത്ത് പൂജ ചെയ്യാനുള്ള ഒരു സൗകര്യം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണമെന്നും പറയുന്നു. കാലം മുത്തുവിനെ സുശീലയും അവിടെ നിർത്തേണ്ട ആവശ്യം അവരുടേതായിരുന്നു. അതുകൊണ്ട് ഹോസ്പിറ്റലുകാരെയും കൂടി കൺവിൻസ് ചെയ്തിട്ട് അവർക്ക് പൂജ ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇവരുടെ കയ്യിൽ ഒരു കോഴി ഉണ്ടായിരുന്നു. ആത്മാവ് വന്ന പോലെ സുശീല അഭിനയിക്കുകയും കോഴി ഏത് ദിശയിലേക്കാണോ പോകുന്നത് ആ ദിശയിലുള്ള സ്ഥലത്ത് വെച്ചായിരിക്കും തന്റെ വൈഫിന്റെ കിഡ്നി പോയതെന്ന് മുത്തു പറയുകയും ചെയ്യുന്നു. പക്ഷേ ഞങ്ങൾ ഈ പൂജ ചെയ്യുന്ന സമയത്ത് ആരും കുറുകെ വരാൻ പാടില്ല എന്നും കൂടി പറയുന്നുണ്ട്. അങ്ങനെ ഇവർ പൂജ ചെയ്യുന്നു എന്നുള്ള വ്യാജേന കോഴിയും കൊണ്ട് അവിടെ നിന്ന് കുറച്ചു ദൂരം മുന്നോട്ട് പോകുന്നു. എല്ലാവരും അവർ തിരിച്ചു വരുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. എന്നാൽ ആ തക്കം നോക്കി അവർ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അവരെ രക്ഷിക്കാൻ അവർ വിളിച്ച പ്രകാരം കതിർവേലം വന്നിട്ടുണ്ടായിരുന്നു. കതിർവേലം പറഞ്ഞ പ്രകാരം അയാൾക്ക് പരിചയമുള്ള ഒരു വക്കീല് കൂടി ഇവരുടെ സഹായത്തിനുണ്ടായിരുന്നു. സുശീലയുടെ കിഡ്നി മിസ്സായതിന്റെ പേരിൽ അവരുടെ സഹായത്തോടു കൂടി ഇവർ ഒരു കേസ് കൊടുക്കുന്നു. കിഡ്നി കൊടുക്കേണ്ട മുത്തുവും സുശീലയും രക്ഷപ്പെട്ടതോടുകൂടി സുജാതയുടെ ആൾക്കാരും ആകെ ടെൻഷനിലായി. മാത്രമല്ല അവർ കേസും കൊടുത്തിരിക്കുന്നു. ഇത് വലിയ പ്രശ്നത്തിലേക്ക് പോകുമെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. കോടതിയിൽ ഇവരാകട്ടെ തങ്ങളുടെ തെളിവുകൾ സമർപ്പിക്കുന്നു.
സുശീലയെ ആദ്യം മെൻസ്ട്രൽ ഇഷ്യൂസിന്റെ പേരിൽ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവിടെ വെച്ചൊരു സ്കാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ അവൾക്ക് 2 വൃക്കയുമുണ്ട്. ലാസ്റ്റ് സുജാത കിടക്കുന്ന ഹോസ്പിറ്റലിൽ വെച്ച് നടത്തിയ സ്കാനിങ്ങിലാണ് ഒരു കിഡ്നി മിസ്സിംഗ് ആയിട്ട് കാണിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ഇത്രയും വലിയ ഹോസ്പിറ്റലിൽ ഇപ്പോൾ സ്കാനിങ്ങിന് പോയതെന്ന് ചോദിക്കുമ്പോൾ സുജാതയ്ക്ക് കിഡ്നി കൊടുക്കാൻ പോയ കാര്യങ്ങളെല്ലാം ഇവർക്ക് തുറന്ന് പറയേണ്ടതായിട്ട് വരുന്നു. ആ ജഡ്ജി പോലും ഇതെല്ലാം കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. കാരണം സെൻട്രൽ മിനിസ്റ്ററാണ് ഇങ്ങനൊരു കാര്യത്തിന് മുതിർന്നിരിക്കുന്നത്, അതും തെറ്റായ മാർഗത്തിലൂടെ. ഓർഗൻ ഡൊണേഷൻ സൈറ്റിലൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യാതെ ഇല്ലീഗലായിട്ട് കാശ് കൊടുത്തോ അയാളുടെ ആവശ്യങ്ങൾ നിറവേറ്റിയോ അയാളുടെ കയ്യിൽ നിന്ന് കിഡ്നി സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു. എതിർഭാഗം വക്കീല് വാദിക്കുന്നുണ്ട് കിഡ്നി മിസ്സായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവരുടെ ശരീരത്തിൽ സർജറി ചെയ്തതിന്റെ പാടുകളും ഉണ്ടെന്ന്. ആ സമയമാണ് തങ്ങൾ നേരിട്ട പ്രശ്നങ്ങളെല്ലാം തന്നെ മുത്തുവും സുശീലയും കോടതിയിൽ ബോധിപ്പിക്കുന്നത്. ശരിക്കും സുജാതയുടെ ആൾക്കാര് മുത്തുവിന്റെ അടുത്ത് കിഡ്നി ചോദിച്ചു വരുന്നതിന് മുൻപ് തന്നെ സുശീലയുടെ കിഡ്നി നഷ്ടപ്പെട്ട വിവരം മുത്തു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് കുറെ നാളുകൾക്ക് മുമ്പ് സുശീലയ്ക്ക് ചികിത്സ നടത്താൻ വേണ്ടിയിട്ട് പലിശക്കാരന്റെ കയ്യിൽ നിന്ന് കുറെ കാശ് മുത്തു വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത കാരണം ഇവർ രണ്ടുപേരുടെയും കിഡ്നി ചോദിച്ചപ്പോൾ മുത്തു ഒന്ന് പേടിച്ച് സുശീലയും കൊണ്ട് നാടുവിട്ടു പോയില്ലേ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും സുശീലയ്ക്ക് ഇതുപോലെ വല്ലാത്ത വയറുവേദന വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു സർക്കാർ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴാണ് ഒരു ഡോക്ടർ പറഞ്ഞത് ശരിക്കും സുജാതയുടെ പ്രശ്നം അനീമിയായിരുന്നു. അവൾക്ക് രക്തത്തിന്റെ കുറവുണ്ടായിരുന്നു. പീരീഡ്സ് ആകുന്ന സമയത്ത് അമിതമായിട്ട് രക്തം പോവുകയും അവളുടെ ബോഡി വല്ലാതെ ക്ഷീണിക്കുകയും ചെയ്യും. ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൂടിയുണ്ട്. ഇന്ത്യയിലുള്ള ഒരുപാട് സ്ത്രീകൾക്ക് അതുള്ളതാണെന്നും പീരീഡ്സിനെ കുറിച്ചൊക്കെ തുറന്ന് സംസാരിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്നും ഈ ഡോക്ടർ പറയുന്നുണ്ട്. അല്ലെങ്കിൽ പല ഹോസ്പിറ്റൽസും നിങ്ങളെ പറ്റിച്ച് കാശുണ്ടാക്കാനേ നോക്കൂ. ഇത് ശ്രദ്ധിക്കാതെ വിട്ടുകഴിഞ്ഞാൽ അമിതമായിട്ട് ഇവൾക്ക് പീരീഡ്സ് ആകുന്ന സമയത്ത് രക്തം പോവുകയും ഇവളുടെ ഹീമോഗ്ലോബിൻ കുറഞ്ഞ് വലിയ പ്രശ്നത്തിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഇതെല്ലാം തന്നെ താൻ ട്രീറ്റ് ചെയ്യാമെന്ന് ആ ഡോക്ടർ പറയുന്നു. അവളെ പരിശോധിച്ചപ്പോൾ അവൾക്ക് സർജറി ചെയ്തു എന്ന് മനസ്സിലാക്കി ആ ഡോക്ടർ മുത്തുവിനോട് ചോദിക്കുമ്പോഴാണ് മുത്തു പറയുന്നത് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഇവളുടെ വയറ്റിൽ മുഴയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ സർജറി ചെയ്തു എന്ന്. എന്നാൽ ആ സർജറിയുടെ പാടുകൾ കണ്ടപ്പോൾ തന്നെ ഡോക്ടറിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു കിഡ്നി റിമൂവ് ചെയ്ത സർജറിയാണെന്ന്. ഇവിടെ വെച്ചാണ് മുത്തുവിന് മനസ്സിലാകുന്നത് തങ്ങൾ ചതിക്കപ്പെട്ടു എന്ന്. അതിന്റെ കൂടെ പലിശക്കാരൻ ഇവർ രണ്ടുപേരും മരിച്ചുപോയെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയും ചെയ്തു. പിന്നെ ആ പ്രശ്നങ്ങൾക്ക് പുറകെ മുത്തു പോവുകയും ചെയ്തു. അതിനുവേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും മുത്തുവിന്റെ വൃക്ക വേണമെന്ന് പറഞ്ഞിട്ട് സുജാതയുടെ ആൾക്കാർ വരുന്നത്. തങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് ഒരു വിലയുമില്ലേ എന്ന് മുത്തു കോടതിയിൽ ചോദിക്കുന്നു. സുജാതയുടെ ആൾക്കാരും പല കാര്യങ്ങളും നടത്തിത്തരാമെന്ന് പറഞ്ഞിട്ട് മുത്തുവിനെ നിർബന്ധിച്ചാണ് അയാളുടെ കയ്യിൽ നിന്ന് കിഡ്നി വാങ്ങിയെടുക്കാൻ നോക്കിയത്. സുശീലയെ പോലെ ഈയൊരു ചതിയില് അവരുടെ നാട്ടിലുള്ള പല സ്ത്രീകളും പറ്റിയിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്യാനുള്ള വ്യാജേന വരുന്ന പല ആൾക്കാരും അവരുടെ ഓർഗൻസ് നോട്ടമിട്ട് വരുന്നതായിരുന്നു. ആർക്കെങ്കിലും ഓർഗൻസ് ആവശ്യം വേണ്ടി വരുമ്പോൾ ഈ പാവപ്പെട്ട ആൾക്കാരിലെ ആരുടെയെങ്കിലും ജീവിതത്തിലെ സിറ്റുവേഷൻ അത്രയധികം മോശമാക്കി അവർ മാറ്റും. ആ പാവപ്പെട്ട ആൾക്കാര് വേറെ നിവൃത്തിയില്ലാതെ കാശിന് വേണ്ടിയിട്ടും പല ആവശ്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ടും അവരുടെ ഓർഗൻസ് വിൽക്കാൻ തയ്യാറാകും. അതുപോലെ തന്നെയാണ് ഈ സുജാത എന്ന് പറയുന്ന മിനിസ്റ്ററിന്റെ ആൾക്കാരും ചെയ്തത്. മുത്തുവിന് റേഷൻ കാർഡ് ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അയാളുടെ കിഡ്നി എടുക്കാൻ ശ്രമിക്കുന്നു. മുത്തുവിന്റെ ഐഡന്റിറ്റിയും അവരുടെ ഐഡന്റിറ്റി എല്ലാം മാറ്റി കള്ളരേഖകൾ ഉണ്ടാക്കിയാണ് ഇവർ ഇത് ചെയ്യാൻ ശ്രമിച്ചത്. അതിന്റെ തെളിവുകളെല്ലാം തന്നെ കോടതിയിൽ ഇവർ കാണിച്ചു കൊടുക്കുന്നു. ജഡ്ജിക്ക് കാര്യങ്ങളെല്ലാം ബോധ്യമായി. എന്താണെങ്കിലും മിനിസ്റ്റർ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ടേ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ജഡ്ജി പറയുന്നു. പറയുന്നത് കള്ളമാണെങ്കിൽ ഇവർ രണ്ടുപേരും ജയിലിൽ പോകുമെന്നും പറയുന്നു. ഹൈക്കോടതിയിലായിരുന്നു ഈ കേസ് നടക്കുന്നത്. തന്നെ പറ്റിച്ച് ഇവർ രണ്ടുപേരും ഹൈക്കോടതി വരെ പോയത് സുജാതയ്ക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ കൂടെ അവർ എപ്പോ വേണമെങ്കിലും മരിക്കാമെന്നൊരു ഘട്ടത്തിലുമാണ്. കേസുമായിട്ട് ഇവർ മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സുജാതയുടെ ആൾക്കാർ വക്കീലിനെയും കതിർവേലിനെയും തട്ടിക്കൊണ്ടുപോവുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു. പക്ഷേ മുത്തുവിനെയോ സുശീലയോ അവർക്ക് കിട്ടിയില്ല. എങ്ങനെയെങ്കിലും മുത്തുവിനെ കണ്ടെത്തി കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിരുന്നു അവരുടെ തീരുമാനം. എത്രയൊക്കെ അടിച്ചിട്ടും ഇവർ രണ്ടുപേരും സത്യങ്ങൾ തുറന്നു പറഞ്ഞില്ല അവരെവിടെയാണെന്ന്. അതിനിടയ്ക്ക് സുജാതയാകട്ടെ തന്റെ മകനോടും മകളോടും പറയുന്നുണ്ട് മുത്തുവിനെ തനിക്കിനി ആവശ്യമില്ല, ആ ഡോണറിനെ തനിക്കിനി വേണ്ട, അവനെ ജീവനോടെ വെച്ചേക്കുന്നത് തന്നെ ആപത്താണെന്ന്. അതിന് പകരമായിട്ട് താൻ ഒരു വില്ല് തയ്യാറാക്കിയിട്ടുണ്ട്. എന്റെ മക്കൾ രണ്ടുപേരിൽ ആരെനിക്ക് കിഡ്നി തരുന്നു അവർക്കായിരിക്കും ഇനി മുതൽ എന്റെ ട്രസ്റ്റിന്റെ ഡയറക്ടറിന്റെ സ്ഥാനം. സ്വത്തുക്കളൊക്കെ തങ്ങൾക്ക് കിട്ടുമെന്ന് മനസ്സിലായതോടുകൂടി കിഡ്നി കൊടുക്കാൻ സുജാതയുടെ മകൻ സമ്മതിക്കുന്നു. പെട്ടെന്ന് തന്നെ ആ പേപ്പറിൽ സൈൻ ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് എനിക്ക് സ്വത്തൊന്നുമല്ല വലിയ കാര്യം, അമ്മയാണ് എനിക്ക് മുഖ്യം, ഞാൻ അമ്മയ്ക്ക് കിഡ്നി തരാൻ തയ്യാറാണെന്ന്. ഇത്രയും പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് അയാൾ അഭിനയിച്ച് പുറത്തേക്ക് പോകുകയായിരുന്നു. എന്നാൽ ഇത് കണ്ട് സുജാതയുടെ മകള് പറയുന്നുണ്ട് ഇവൻ കാണിക്കുന്ന പോലുള്ള ഡ്രാമയൊന്നും എനിക്ക് കാണിക്കേണ്ട കാര്യമില്ല, അമ്മയ്ക്ക് കിഡ്നി വേണമെങ്കിൽ ഞാൻ തരുമെന്ന്, എനിക്ക് സ്വത്തിന്റെ ഒന്നും ആവശ്യമില്ല എന്ന്. സുജാതയുടെ മകൻ പ്ലാൻ ഇട്ടത് മുത്തുവിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് മുത്തുവിന്റെ കിഡ്നി തന്നെ എടുക്കാനായിരുന്നു. അല്ലാതെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് കിഡ്നി ഒന്നും കൊടുക്കാൻ ഈ രണ്ട് മക്കളും തയ്യാറല്ലായിരുന്നു. വെറുതെ അവരുടെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നു. ഇവർ കുറെ അന്വേഷിക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാകുന്നുണ്ട് ആ ജഡ്ജി ഇപ്പോഴും കോടതിയിൽ തന്നെയുണ്ടെന്ന്. അതിനർത്ഥം അവിടെ തന്നെ മുത്തുവും സുശീലയും കാണാൻ സാധ്യതയുണ്ട്. ഇവരുടെ പ്രതീക്ഷ ശരിയായിരുന്നു. മുത്തു സുശീല അവിടെ തന്നെ ഉണ്ടായിരുന്നു. ജഡ്ജി അവരെ സേഫ് ആയിട്ട് അവിടെ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. താൻ കാര്യങ്ങൾ അന്വേഷിക്കുകയും അവർ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തുവെന്ന് ജഡ്ജി സുശീലയോടും മുത്തുവിനോടും പറയുന്നു. നിങ്ങൾ കേസ് കൊടുത്തത് നന്നായി. ആ സ്ത്രീ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളെപ്പോലുള്ള പാവങ്ങളുടെ കയ്യിൽ നിന്ന് അവർക്കൊരിക്കലും കിഡ്നി കിട്ടാനും പാടില്ല. ആ കിഡ്നി കിട്ടാതെ അവർ മരിക്കുന്നത് തന്നെയാണ് നല്ലത്. അവർക്ക് കിഡ്നി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ മക്കൾ കൊടുക്കുന്നതാ നല്ലത്. സ്വന്തം മക്കൾ പോലും അവർക്ക് കിഡ്നി കൊടുക്കുന്നില്ലെങ്കിൽ അവർ എത്രയ്ക്ക് ദുഷ്ടയായ സ്ത്രീയാണെന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാമല്ലോ എന്നും പറയുന്നു. നിങ്ങൾ ഒരു കാരണവശാലും അവരുടെ കയ്യിൽ പോയി പെടാൻ പാടില്ല എന്നും അവരെന്തായാലും നിങ്ങളെ കൊന്നുകളയുമെന്നും ഈ
ജഡ്ജി പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ഇവർ രണ്ടുപേരും ഇവിടെ ഉണ്ടെന്ന് സംശയം തോന്നിയ സുജാതയുടെ ആൾക്കാരാകട്ടെ പോലീസിനെ വിട്ട് ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് അറിവ് കിട്ടി ഇവിടെ പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സെർച്ച് നടത്തുന്നു. എന്നാൽ അതിനുള്ളിൽ തന്നെ തന്റെ ആൾക്കാരെ കൊണ്ട് ജഡ്ജിയാകട്ടെ മുത്തുവിനെ സുശീലയും അവിടെ നിന്ന് സേഫ് ആയിട്ട് മാറ്റുന്നു. സുജാതയുടെ കണ്ടീഷൻ വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. രണ്ട് മക്കളിൽ ആരെങ്കിലും കിഡ്നി കൊടുത്തെങ്കിലേ പറ്റൂ. എന്നാൽ കിഡ്നി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സുജാതയുടെ മകനാകട്ടെ മദ്യപിച്ചിട്ട് നിൽക്കുകയായിരുന്നു. മദ്യപിച്ചു കഴിഞ്ഞാൽ 48 മണിക്കൂർ നേരത്തേക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നീ വേണമെങ്കിൽ കൊടുക്കാൻ അയാൾ തന്റെ സഹോദരിയോട് പറയുന്നു. അവൾക്കും കൊടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിനു വേണ്ടിയിട്ട് മനഃപൂർവ്വം അവളും മദ്യം കുടിക്കുന്നു. മുത്തുവിനെ സുശീലയും അവിടെ നിന്ന് സേഫ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ആൾക്കാര് അവരെ ഒരു ലോറിയിലേക്ക് കയറ്റുന്നു. അതിനു മുമ്പ് അവർ കതിർവേലിനോടും സംസാരിക്കുന്നുണ്ട്. അതേടെ ആൾക്കാർ പിടിച്ചുകൊണ്ടുപോയ കതിർവേലിനെയും ആ വക്കീലിനെയും വേറെ കുറച്ച് ആൾക്കാർ പോയി രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കതിർവേലിന് അവരോട് പറയുന്നത് നിങ്ങളിനെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, ആ സ്ത്രീ മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ, നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ. സർജറിക്ക് വേണ്ടിയിട്ട് തന്റെ രണ്ടു മക്കളെയും തന്റെ പിയെ കൊണ്ട് സുജാത വിളിപ്പിച്ചെങ്കിലും അവർ രണ്ടുപേരും ഫോൺ എടുത്തില്ല. രണ്ടുപേരും തന്നെ പറ്റിക്കുകയായിരുന്നു എന്ന് സുജാതയ്ക്ക് മനസ്സിലായി. മരണം മുന്നിൽ കണ്ട് തന്നെ അവർ സങ്കടത്തിൽ അവിടെ കിടക്കുകയായിരുന്നു. എന്നാൽ ആ സമയം തന്റെ തീരുമാനം മാറ്റി മുത്തു അവിടേക്ക് തിരിച്ചു വരുന്നു. എന്തൊക്കെയാണെങ്കിലും ഒരു ജീവൻ പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ആ കിഡ്നി കൊടുക്കാതെ അവരെ മരിക്കാൻ വിടാൻ മുത്തുവിന് തോന്നിയില്ല. ഇവരുടെ മരണവാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റില്ല എന്ന് മുത്തു സുശീലയോട് പറഞ്ഞിരുന്നു. അവരെ കണ്ട് സുജാതയും ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. സ്വന്തം മക്കള് പോലും ഒരു തരത്തിലുള്ള കരുണയും കാണിക്കാത്തടുത്ത് ഇത്രയൊക്കെ ദ്രോഹിച്ച ഇവര് തന്നെ അവസാനം സുജാതയെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നു. അങ്ങനെ അവരുടെ സർജറി കഴിയുന്നു. അവർ റിക്കവറായി. സുശീലയ്ക്കും മുത്തുവിനും ഇനി ജീവിക്കാനുള്ള പണമെല്ലാം തന്നെ സുജാത കൊടുത്തെങ്കിലും അതെല്ലാം തന്നെ മുത്തു നിരസിക്കുന്നു. തങ്ങളൊരിക്കലും ഇതിനു വേണ്ടിയിട്ടല്ല നിങ്ങളെ ഹെൽപ്പ് ചെയ്തതെന്ന് പറയുന്നു. ഞങ്ങളുടെ നീതിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ നാട്ടിലേക്ക് വന്നത്. പക്ഷെ ആ നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഒരാളെയും കൊല്ലാൻ ഞങ്ങൾ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ടാണ് സുജാതയ്ക്ക് മുത്തു കിഡ്നി കൊടുക്കാനും തയ്യാറായത്. കാരണം ചെറുപ്പം മുതലേ സുശീലയും മുത്തുവിനെയും സുശീലയുടെ അച്ഛൻ പഠിപ്പിച്ചത് അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ഒരു ജീവനെ രക്ഷിക്കാനായിരുന്നു. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇവർ രണ്ടുപേരും ചേർന്നിട്ട് ഒരുപാട് മൃഗങ്ങളെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ജീവനേക്കാൾ വലുതായിട്ട് ഈ ലോകത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുജാതയ്ക്ക് വേണ്ടിയിട്ട് അവർ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. സുജാതയുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവരോട് യാത്ര പറഞ്ഞ് സുശീലയും മുത്തുവും തങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചുപോയി. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.